എല്ലാവർക്കും നമസ്കാരം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൗത്ത് ആൻഡമാൻ ഡിസ്ട്രിക്റ്റ്, നോർത്ത് ആൻഡമാൻ ഡിസ്ട്രിക്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. സൗത്തിലേക്കും നോർത്തിലേക്കും ആൻഡമാനിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ഒഴിവുകൾ. അതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. 16/3/2026 മുതൽ 29/4/2026 വരെ നിങ്ങൾക്ക് സൗത്തിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. സൗത്ത് ആൻഡമാനിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷ അയക്കണം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇത് സൗത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ്. 2 നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, സൗത്ത് നോർത്ത്. സൗത്തിൻ്റെ ആദ്യം പറയാം. 296 വേക്കൻസി മസ്ദൂറിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് സി ബാക്കി വരുന്ന നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റുകളിലേക്ക് ടോട്ടൽ 52 വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് ആൺകുട്ടികൾക്ക് 18 to 33, പെൺകുട്ടികൾക്ക് 38 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഫീസ് 100 രൂപയാണ് വരുന്നത്. പെൺകുട്ടികൾക്ക് ഫീസില്ല. അതുപോലെ ബോയ്സിൽ ST കാൻഡിഡേറ്റ്സിന് ഫീസ് വരുന്നില്ല. ഫിസിക്കൽ റണ്ണിങ് വരുന്നുണ്ട്, ലോങ് ജമ്പ്, വെയിറ്റ് ക്യാരിങ് ടെസ്റ്റ് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മസ്ദൂറിലേക്കും റാഫ്റ്റ്മാനിലേക്കും നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതി. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ITI ട്രേഡ് വേണം. അപ്പോൾ സൗത്തിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വരുന്നത്. നോർത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നോർത്ത് മിഡിൽ ഈസ്റ്റ് നോട്ടിഫിക്കേഷൻ. ആപ്ലിക്കേഷൻ തുടങ്ങിയത് മാർച്ച് 23 മുതൽ മെയ് 6 വരെ ഇതിലേക്ക് ടൈം കിട്ടുന്നുണ്ട്. മറ്റേതിലേക്ക്, അതായത് സൗത്തിലേക്ക് ഏപ്രിൽ 29 സംതിങ് ആണ് പറഞ്ഞതാണ്. അപ്പോൾ ഇതിലേക്ക് മെയ് 6 വരെ ടൈം കിട്ടുന്നുണ്ട്. 2 ഡിഫറൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മാത്രം ഡിഫറൻസ് വരുന്നുണ്ട്. എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതി. ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി 196 വേക്കൻസിയാണ്. 10ാം ക്ലാസ് മതി. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഫീസ് വരുന്നുണ്ട്. എല്ലാം സെയിം ആണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. അപ്പോൾ ആദ്യമേ പറയാം, ഇതിലേക്ക് ഉള്ള സെലക്ഷൻ വരുന്നത് കേരളത്തിൽ സെലക്ഷൻ വരുന്നില്ല. ആൻഡമാനിലായിരിക്കും സെലക്ഷൻ ക്രൈറ്റീരിയ. അതുകൊണ്ട് അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അയക്കാം എന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്താലോ. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. വീഡിയോ പരമാവധി കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് 2 നോട്ടിഫിക്കേഷൻസ് കാണാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സൗത്തിലേക്കും നോർത്തിലേക്കും 2 നോട്ടിഫിക്കേഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോർത്തിലേക്ക് 6ാം തീയതി, മെയ് 6ാം തീയതി വരെ ആപ്ലിക്കേഷൻ കൊടുക്കാം. സൗത്തിലേക്ക് 29ാം തീയതി, ഏപ്രിൽ 29 വരെയാണ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർത്തിൻ്റെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. കാരണം 10ാം ക്ലാസ് വെച്ച് നോർത്തിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. സൗത്തിലേക്കും പറ്റും. സൗത്തിലേക്ക് 2 പോസ്റ്റ് മസ്ദൂറും വേറൊരു പോസ്റ്റും നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതി. ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് എന്ത് വേണം, ITI വേണം. അപ്പോൾ എനിക്ക് ITI ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു നോർത്തിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ആദ്യമായിട്ട് ആൻഡമാനിലൊന്നും എക്സാം എഴുതാത്തവർ എന്ത് ചെയ്യണം, 1 ടൈം ക്രിയേഷൻ PSCയിലൊക്കെ ചെയ്യുന്ന പോലെ ഇതിലും 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ റൈറ്റ് സൈഡ് ടോപ്പിലൊരു 3 ലൈൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കാൻഡിഡേറ്റ് കോർണർ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ യൂസർ രജിസ്റ്റർ യുവർ ഡീറ്റെയിൽസ് കൊടുക്കണം. അതല്ല നിങ്ങൾ ഓൾറെഡി മുന്നേയൊക്കെ എക്സാം എഴുതിയിട്ടുണ്ട്, ഈ ഒരു ആൻഡമാൻ എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തവർ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് സൈനിങ് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ന്യൂ യൂസർ രജിസ്റ്റർ യുവർ ഡീറ്റെയിൽസ് കൊടുത്തു. അവിടെ ആദ്യം ചോദിക്കുന്നത് എന്താണ്, സെലുറ്റേഷൻ സെലക്ട് ചെയ്യാം. മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ, ആൺകുട്ടികൾ മിസ്റ്റർ കൊടുക്കുക, പെൺകുട്ടികൾ മിസ്സിസ് കൊടുക്കുക. നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, വാലിഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും ആധാർ കാർഡിൻ്റെ നമ്പർ 12 ഡിജിറ്റ് ആധാർ നമ്പറും ഇമെയിൽ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നും തെറ്റ് വരുത്തി വെക്കേണ്ട, ശ്രദ്ധിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുക. ശേഷം നിങ്ങൾ ഇതെല്ലാം കൊടുത്ത ശേഷം നിങ്ങൾ 2 ബോക്സും ടിക്ക് ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ നൗ കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ നൗ കൊടുത്തപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഇവിടെ ഒരു പോപ്പപ്പ് മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ SMS ആയിട്ട് നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും. ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറിൽ ഇത് ആവശ്യം വരുന്നുണ്ട്. ഇവിടെ ലോഗിൻ ചെയ്യാനും ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ആവശ്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്ക് ടു സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ നേരത്തെ വന്ന രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും കൊടുത്ത് ഇവിടെ സൈൻ ഇൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ്, സെക്യൂരിറ്റി കോഡ് അതായത് ക്യാപ്ച കൊടുത്ത് ലോഗിൻ കൊടുക്കുക, സൈൻ ഇൻ കൊടുക്കുകയാണ്. അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 നോട്ടിഫിക്കേഷൻ്റെ അപ്ലൈ നൗ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്.
ആദ്യം കിടക്കുന്നത് സൗത്താണ്, രണ്ടാമത് കിടക്കുന്നത് നോർത്ത്. സൗത്തിൻ്റെ 29 ഏപ്രിലും നോർത്തിൻ്റെ 6 മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്കിത് PDF കൂടെ കാണാം. ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് വായിക്കാം. അതല്ല നിങ്ങൾക്ക് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കണ്ടുവരണം, വീഡിയോ കണ്ടുവരണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. ഇവിടെ അപ്ലൈ നൗ ബട്ടൺ കാണാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോർത്തിൻ്റെയാണ്. അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് നോർത്ത്. ഇവിടെ അപ്ലൈ നൗ കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു മെസ്സേജ് കാണാം, പ്ലീസ് ഫിൽ യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ് കെയർഫുള്ളി, വൺസ് സബ്മിറ്റഡ് ദേ കനോട്ട് ബി അപ്ഡേറ്റഡ് ഓർ കറക്റ്റഡ്. അതായത് നമുക്ക് കറക്ഷൻ വിൻഡോ എഡിറ്റിംഗ് ടൈമൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് ഇനി പെർമനൻ്റ് ആയിട്ട് അവിടെ കിടക്കും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തെറ്റ് വരുത്താതെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, മറ്റേതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ തെറ്റാതെ കറക്റ്റ് ശ്രദ്ധിച്ച് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നും ശ്രദ്ധിച്ച് കൊടുക്കുക. ആദ്യം ചോദിക്കുന്നത് ഫാദേഴ്സ് നെയിം, അച്ഛൻ്റെ പേരോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ മദേഴ്സ് നെയിം കൊടുക്കുക. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഡൊമസൈൽ ചോദിക്കുന്നുണ്ട്. ആൻഡമാനിൽ താമസിക്കുന്നവരാണെങ്കിൽ എസ് കൊടുക്കണം. എസ് കൊടുത്താൽ നമുക്കിവിടെ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കാണാം ജനറൽ, OBC, ST കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ആൻഡമാൻ അല്ല, അതുകൊണ്ട് നിങ്ങൾ നോ കൊടുക്കണം. ഇനി ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിലാണോ ഫീമെയിലാണോ. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കാണാം ജനറൽ മാത്രമാണ് വരുന്നുള്ളൂ. അതായത് ഏതൊരു കാറ്റഗറി ആണെങ്കിലും ഏതൊരു കാറ്റഗറിക്കാരാണെങ്കിൽ പോലും നിങ്ങളെ ജനറലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അടുത്ത ഓപ്ഷൻ മെർഷ്യൽ സ്റ്റാറ്റസ് ആണ്, അൺമാരീഡ് ആണോ മാരീഡ് ആണോ കൊടുക്കുക. നാഷണാലിറ്റി അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇഫ് രജിസ്റ്റേർഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ഓപ്ഷൻ നമ്മുടെ സ്റ്റേറ്റ് കേരള കൊടുക്കുക, കേരളം കൊടുക്കുക. അടുത്ത ഓപ്ഷൻ ഡിസ്ട്രിക്റ്റ് ആണ്, നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ടൻറ്റ് അഡ്രസ്സും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പെർമനൻറ്റും കറസ്പോണ്ടൻസും സെയിം ആണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ സെയിം ആസ് പെർമനൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ബോക്സും ഫില്ലാവും. അതായത് രണ്ടും സെയിം ആണെങ്കിൽ ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി പെർമനൻറ്റ് എൻ്റർ ചെയ്തതിന് ശേഷം. അതല്ല രണ്ടും ഡിഫറൻസ്, താമസിക്കുന്ന അഡ്രസ്സും പിന്നെ പ്രൂഫിലുള്ള അഡ്രസ്സ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ രണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആണെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലാത്തവർ നോ കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. പിന്നെ ഗവൺമെൻറ് സർവൻ്റ് ആണെങ്കിൽ എസ് കൊടുക്കുക, ഗവൺമെൻറ് സർവീസ് ഇല്ലാത്തവരാണെങ്കിൽ നോ കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റും ഡിസിഗ്നേഷനും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ MSP ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോ തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യണം. ഒന്നും തെറ്റണ്ട, പതുക്കെ ചെയ്താൽ മതി, ഒരു അർജൻറ്റും നമുക്കില്ല. അപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അത് നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോസ്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വാക്കൻസിയും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിഫറൻസ് ആദ്യം കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. താല്പര്യമുള്ള പോസ്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് പോസ്റ്റ് കൊടുക്കുക. എഗൈൻ വീണ്ടും നിങ്ങൾ പോസ്റ്റ് കൊടുക്കുക. എഗൈൻ രണ്ടാമത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ആഡ് പോസ്റ്റ് കൊടുക്കുക. അങ്ങനെ താല്പര്യമുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റ് താല്പര്യമുണ്ടോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് അനുസരിച്ച് തന്നെ കൊടുക്കുക. 1 2 3 4 എന്ന് പ്രിഫറൻസ് അനുസരിച്ച് തന്നെ നിങ്ങളത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പോസ്റ്റ് കൊടുത്തു, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. മിനിമം കാറ്റഗറി സെലക്ട്, മിനിമം കാറ്റഗറിയുടെ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക് വരുന്നുണ്ട് 10ാം ക്ലാസ്. ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എടുക്കുക, അതിൽ നിങ്ങളുടെ ബോർഡ് ഉണ്ടാവും. എന്നിട്ട് CGPA ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയ പേഴ്സൻറ്റേജ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇയർ ഓഫ് പാസിങ്, ഏത് വർഷമാണോ 10ാം ക്ലാസ് പാസ്സായി അത് കൊടുക്കുക. പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡ് ടോപ്പായിരിക്കും സീരിയൽ നമ്പർ ഉണ്ടാവുക, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം സർട്ടിഫിക്കറ്റിലുണ്ട്. അതവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് പേഴ്സൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഗൂഗിളിൽ നിങ്ങൾ കയറുക. എന്നിട്ട് 10th ഗ്രേഡ് ടു പേഴ്സൻറ്റേജ്
കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ SSLC പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ഗ്രേഡാണ് കിട്ടിയിട്ടുണ്ടാവും 10ാം ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങളുടെ ഗ്രേഡ് ഇവിടെ കാണാം. A+ എത്ര ഉണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. 4A+ കൊടുത്തു. A എത്ര ഉണ്ട് അത് കൊടുക്കുക, 3 കൊടുത്തു. പിന്നെ B+ 3 കൊടുത്തു. അപ്പോൾ ടോട്ടൽ 10 സബ്ജക്റ്റ് ആയിരിക്കും. 10ൻ്റെയും ഗ്രേഡുകൾ എത്ര A+ ഉണ്ട് അത് കൊടുക്കുക. A ഉണ്ടോ, B+ ഉണ്ടോ, B ഉണ്ടോ, C+ ഉണ്ടോ അത് കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഇവിടെ കാണാം. ഇതേപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൊടുത്തു. സബ്മിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേയ്മെൻറ്റ് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഓപ്ഷനാണ്. നിങ്ങൾക്ക് അവിടെ ഒരു QR കോഡ് കാണാം. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കാം. അതല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ട്, IFSC UPI ID ഉണ്ട്. ഇപ്രകാരമൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ട്രാൻസാക്ഷൻ കോപ്പി 10 KB മുതൽ 500 KB വരെയുള്ള ട്രാൻസാക്ഷൻ കോപ്പി നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. അതായത് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ട്രാൻസാക്ഷൻ കോപ്പി 10 KB മുതൽ 500 KB വരെയുള്ള കോപ്പി നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ട്രാൻസാക്ഷൻ നമ്പർ, ഡേറ്റ്, പിന്നെ ട്രാൻസാക്ഷൻ കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഞാൻ പറഞ്ഞു. അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് നിങ്ങൾ ഇത്രയും ചെയ്യുക. ഒന്നെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുക. പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കോപ്പി കിട്ടും. അതിൽ വരുന്ന ട്രാൻസാക്ഷൻ നമ്പർ, ഡേറ്റ്, പിന്നെ ആ ഒരു കോപ്പി നിങ്ങൾ ഈ പറയുന്ന 10 KB മുതൽ 500 KB വരെയുള്ള സൈസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് കൊടുത്ത് ആഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ വഴി, അതായത് ബാങ്ക് ട്രാൻസ്ഫർ അക്കൗണ്ട് നമ്പർ വഴി പേയ്മെൻറ്റ് കൊടുക്കാം. അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറും ഡേറ്റും കോപ്പിയും അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ആഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇതിൽ പറയുന്ന KB 10 KB മുതൽ 500 KB ആണ്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിൾ ക്രോമിൽ കയറുക. എന്നിട്ട് റെഡ്യൂസ് ഇമേജ് സൈസ് ഇൻ KB PI7 ഇമേജ് ടൂൾ അത് സെർച്ച് ചെയ്തിട്ട് നിങ്ങളത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ എടുത്ത സ്ക്രീൻഷോട്ടില്ലേ, ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ സെലക്ട് ഇമേജ് കൊടുത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്ര KB ആണോ വേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ പറയുന്ന പ്രകാരം ആ പറയുന്ന ഇടയിലുള്ള KB എൻ്റർ ചെയ്ത് കൊടുത്ത് റെഡ്യൂസ് സൈസ് കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യണതിന് മുന്നേ ആദ്യം ആ ഒരു എടുത്ത സ്ക്രീൻഷോട്ട് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് അപ്ലോഡ് ട്രാൻസാക്ഷൻ കോപ്പിയുടെ അവിടെ കൊടുത്ത് നോക്കുക. സൈസ് കറക്റ്റ് ആവണില്ലെങ്കിൽ മാത്രം ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് ചെയ്താൽ മതി. 500 KB ഉള്ളത് കൊണ്ട് 500ൻ്റെ മീതെ പോകാൻ ചാൻസ് കുറവാണ്. നിങ്ങളൊന്ന് നോക്കുക. ആദ്യം അവിടെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നോക്കൂ. ഇനിയിപ്പോൾ സൈസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളത് സൈസ് കൺവേർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോ 20 KB മുതൽ 50 KBയും സിഗ്നേച്ചർ 10 KB മുതൽ 20 KB വരെയുള്ള JPG ഫോർമാറ്റിലുള്ള ഫോട്ടോയും സിഗ്നേച്ചറുമാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഡോക്യുമെൻ്റ് നിങ്ങൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഏജ് പ്രൂഫും അവിടെ നിങ്ങൾ 10ാം ക്ലാസ് കൊടുത്താൽ മതി. അതായത് സെക്കൻഡറി സ്കൂൾ എക്സാം 10th പാസിൻ്റെ പ്രൂഫ് നിങ്ങൾ ഡോക്യുമെൻ്റായിട്ട് PDF ആയിട്ട് വേണം സേവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും JPG ഫോർമാറ്റ്, ഫോട്ടോ 20 മുതൽ 50 KBയും സിഗ്നേച്ചർ 10 KB മുതൽ 20 KB വരെയുള്ള JPG ഫോർമാറ്റും ഡോക്യുമെൻറ്റ്സ് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് 2 നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതായത് സെക്കൻഡറി സ്കൂൾ എക്സാം 10th സ്റ്റാൻഡേർഡിൻ്റെ അവിടെ കൊടുക്കണം. പിന്നെ ഏജ് പ്രൂഫിൻ്റെ അവിടെ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്, 10ാം ക്ലാസ് മതി. അത് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, ഈ 2 ഡോക്യുമെൻറ്റ്സ് വേണ്ടത് PDF ഫോർമാറ്റാണ്. ഓക്കെ, PDF. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് PDFും ഫോട്ടോയും സിഗ്നേച്ചർ JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈസ് കുറയ്ക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിന് എടുത്താൽ മതി. ഫോട്ടോ 20:50ഉം സിഗ്നേച്ചർ 10:20. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പിന് എടുത്താൽ മതി. PX7 ഇമേജ് ടൂൾ കയറിയിട്ട് നിങ്ങൾ സൈസ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ, സിഗ്നേച്ചർ, ഡോക്യുമെൻറ്റ്സ് 2 അപ്ലോഡ് ചെയ്ത് കൊടുത്തു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ പ്രിൻ്റ് ഔട്ടാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. എല്ലാം കറക്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ പറയുന്നുണ്ട് വൺസ് യു ക്ലിക്ക് ഓൺ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ യുവർ ഡാറ്റ കനോട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക.
ഇതാണ് നമ്മുടെ ഫൈനൽ പ്രിൻ്റ് ഔട്ട്. പ്രിൻ്റ് കൊടുക്കുക, എന്നിട്ട് അത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് അടക്കം സേവ് ചെയ്ത് വെച്ചു. ഇതുപോലെ നിങ്ങൾ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. അപ്പോൾ നോർത്തിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് 6-ാം തീയതി, മെയ് 6-ാം തീയതി. സൗത്തിലേക്ക് 29 ഏപ്രിലാണ്. ഈ മാസം 29-ാം തീയതി ഫസ്റ്റ് സൗത്തിൻ്റെ കഴിയും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാം. ആൻഡമാനിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.